നമസ്കാരം. ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ചാമ്പ്യനുണ്ട്, പിന്നെ നല്ലൊരു ഫൈറ്ററുണ്ട്, പിന്നെ അതുപോലെ ആഫ്രിക്കയുടെ കരുത്തോടെ വരുന്ന ഐവറി കോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് റാങ്കിങ് ഉള്ള മൂന്നാമത്തെ ടീമായ കുറക്കാവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്കും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കും മാച്ചസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം പറയുന്നത് കുറക്കാവെ പറ്റിയാണ്. കുറക്കാവ് എന്ന് പറയുന്നത് 48 ടീമുകൾ വന്നതുകൊണ്ട് ചാൻസ് കിട്ടി കയറി വന്നൊരു ടീമാണെന്ന് നമുക്ക് പറയാം. ബാക്കി 3 ടീമുകളും കുറക്കാവെ അടിച്ച് അവർ 3 പേരും കയറിപ്പോകും. കാരണം കുറക്കാവ് ഉള്ളതുകൊണ്ട് 3 ടീമുകൾക്കും അവർക്കെതിരെ നല്ലപോലെ സ്കോർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് 3rd പൊസിഷൻ ടീമുകൾ എടുക്കുമ്പോഴത്തേക്ക് അതിലൊരു ടീമായിട്ട് എന്തായാലും ഈ തേർഡായിട്ട് വരുന്ന ഈ ഗ്രൂപ്പിൽ തേർഡായിട്ട് വരുന്നൊരു ടീം കയറി പോകും. അതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള 3 ടീമുകളിൽ ഫസ്റ്റ് ടീം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, ജർമ്മനി. വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ 21 അപ്പിയറൻസ് ഉണ്ട്. ആ 21 അപ്പിയറൻസിൽ 12 തവണ സെമി ഫൈനൽ കളിച്ചിട്ടുള്ള ടീമാണ് ജർമ്മനി എന്ന് പറയുന്നത്. മോസ്റ്റ് സക്സസ്ഫുൾ ടീം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കഴിഞ്ഞ 2 തവണ 2018-ലും 2022-ലും തകർന്നു പോയൊരു ടീമാണ്. 2014 വേൾഡ് ചാമ്പ്യന്മാരായിട്ട് ഫിഫ ചാമ്പ്യന്മാരായിട്ട് പോയിട്ട് റഷ്യയിൽ വന്നപ്പോഴത്തേക്ക് ഗ്രൂപ്പ് എഫിൽ മെക്സിക്കോക്കെതിരെ 1 ഗോളിന് തോറ്റു. പിന്നെ അതിനുശേഷം സ്വീഡനെതിരെ 2-1 ജയിച്ചു. പിന്നെ സൗത്ത് കൊറിയക്കെതിരെ 2-0 തോറ്റു. അങ്ങനെ വെറും 3 പോയിൻറ്റുമായിട്ട് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി പോയിരുന്നു. വളരെ ചരിത്രപരമായൊരു നാണക്കേടായിരുന്നു അത്. അതിനുശേഷം പക്ഷേ തിരിച്ചു വരാനായിട്ട് അവർ 2022-ലെത്തിയപ്പോഴത്തേക്ക് വീണ്ടും അതേപോലെ തന്നെ സംഭവിച്ചു. കുറച്ചുകൂടി ടൈറ്റായിരുന്നു. ഗ്രൂപ്പ് ഇയിൽ ജപ്പാൻ, സ്പെയിൻ, പിന്നെ കോസ്റ്ററിക്ക, ഇതിൽ 4 പോയിൻ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞു. എങ്കിലും പോയിൻറ്റ്സ് ടേബിളിൽ വന്നപ്പോഴത്തേക്ക് 3rd പ്ലേസായിട്ട് 17ാം സ്ഥാനത്തായിട്ട് പോയി. അങ്ങനെ അവർ പുറത്തുപോയി. ജപ്പാനെതിരെയും തോറ്റു. അതുപോലെ സ്പെയിനെതിരെ 1-1 ആയിരുന്നു. അങ്ങനെ 2 ടൂർണമെൻറ്റിലും തോറ്റതിൻ്റെ നാണക്കേട് തീർക്കാൻ വരുന്ന ഒരു ടൂർണമെൻറ്റാണ് ഇത്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു താരനിര അവർക്കുണ്ടെന്നുള്ളതാണ് ഇത് പ്രത്യേകത. മാനുവൽ ന്യൂയർ പിന്നെ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ ടാ വരുന്നുണ്ട്, ബയൺ മ്യൂണിക്കിൻ്റെ കിമിച്ച്, റുഡിഗർ, മുസിയാല, വിറ്റ്സ്, സനെ, ഗോരറ്റ്സ്ക, അമീറിയും, ഹവേർട്സ്, വോൾട്ടമോട്ട്, അങ്ങനെ എല്ലാ മികച്ച നിരയുള്ളൊരു ടീമാണ് ജർമ്മനി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 തവണ ചാമ്പ്യന്മാരായ ടീമാണ്. ഇറ്റലിയോടൊപ്പം ബ്രസീലിന് തൊട്ട് താഴെ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അവർ വീണ്ടും ചരിത്രം എഴുതാനായിട്ട് വരുന്നൊരു ടീമാണ്. ഈ ഗ്രൂപ്പിലെ 2ാമത്തെ മെയിൻ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇക്വഡോറാണ്. ഇക്വഡോർ സൗത്ത് അമേരിക്കൻ ടീമാണ്. അവർ സൗത്ത് അമേരിക്കൻ ക്വാളിഫിക്കേഷനിൽ സെക്കൻഡായിട്ട് ക്വാളിഫൈ ആയ ടീമാണ്. അവർ 18 മത്സരങ്ങളിൽ നിന്ന് 8 വിന്നും 8 ഡ്രോയും 2 തോൽവിയും മാത്രം. അതായത് അർജൻറ്റീന ടോപ്പായിട്ട് ഫിനിഷ് ചെയ്ത അർജൻറ്റീന 4 കളി തോറ്റിരുന്നു. അതിനെക്കാട്ടിലും കുറച്ച് തോറ്റ്, എന്നാൽ ഡ്രോ കൂടുതലായതുകൊണ്ട് മാത്രം പിന്നിലായിപ്പോയ ടീമാണ്. 14 പോയിൻ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിനും താഴെയായിരുന്നു തേർഡായിരുന്നുള്ള കൊളംബിയയും പിന്നെ ഉറുഗ്വേയും ഉണ്ടായിരുന്നത്. ബ്രസീൽ 5ാമതായിരുന്നു. ഇവർ ഗോൾ അടിക്കാൻ സമ്മതിക്കുന്നില്ല. 1-1 അല്ലെങ്കിൽ 0-0. ഇവർ ഗോൾ അടിച്ചില്ലെങ്കിലും അവരെ കൊണ്ട് ഗോൾ അടിക്കാൻ സമ്മതിക്കില്ല. അതായിരുന്നു അവരുടെ ഇത്. പിന്നെ കൈസൈഡോ, എന്നർ വലൻസിയ, ഹിക്കാപ്പി എന്ന് പറയുന്നത് ആഴ്സണലിൻ്റെ ഡിഫൻഡറാണ്. പിന്നെ പാച്ചോ PSG-യുടെ പ്ലെയറാണ്, ഡിഫൻഡറാണ്. പിന്നെ പ്ലാറ്റ ഫ്ലമെങ്കോയുടെ പ്ലെയറാണ്. ഇവരൊക്കെയാണ് ഇവരുടെ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ പ്ലേയിങ് ഇത് ഈ ഒരു വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോളണ്ടിനെതിരെ 1-1, മൊറോക്കോക്കെതിരെ 1-1, കാനഡക്കെതിരെ 0-0, മെക്സിക്കോക്കെതിരെ 1-1, USA-ക്കെതിരെ 1-1, പിന്നെ അർജൻറ്റീനയെ തോപ്പിച്ചു 1-0, ബ്രസീലിനെതിരെ 1-0. ബ്രസീലിനെതിരെയാണ് അവർ തോറ്റിട്ടുള്ളത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഒരു മാച്ചിന് 1-0 തോറ്റിട്ടുള്ളത്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ തോക്കത്തുമില്ല, എന്നാൽ ജയിക്കത്തുമില്ല, അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പോൾ ഐവറി കോസ്റ്റുമായിട്ട് ഇവർ മത്സരം വരുമ്പോഴത്തേക്ക് എന്തായാലും ജർമ്മനി ഒരു തോപ്പിക്കുന്നുള്ള ഉറപ്പാണ്. കാരണം നല്ല നിരയുണ്ട്, അവർ ഏത് ഇതിലായാലും ബ്രേക്ക് ചെയ്യും. അപ്പോൾ അവർ ജർമ്മനി എന്തായാലും ജയിച്ചു പോകും. പക്ഷേ ഐവറി കോസ്റ്റുള്ള മത്സരം മിക്കവാറും 1-1 സമനിലയായിരിക്കും. ഐവറി കോസ്റ്റ് ഇതുപോലെ ഒരു നല്ല നിരയായിട്ടാണ് വരുന്നത്. അറിയാമല്ലോ നിങ്ങൾക്ക്.
അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ വേൾഡ് കപ്പാണ് അവർ കളിക്കുന്നത്. ആകെ കളിച്ചിട്ടുള്ള 4 വേൾഡ് കപ്പാണുള്ളത്. അതിൽ 2006 നല്ല ടീമായിരുന്നു. 2010 അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നത്. പോർച്ചുഗലിനെ അവർ 0-0 തളച്ചു. ബ്രസീലിനെതിരെ തോറ്റു. നോർത്ത് കൊറിയക്കെതിരെ 3-0 ജയിച്ച് ബ്രസീലിനെതിരെ തോറ്റതുകൊണ്ട് പുറത്തു പോയ ടീമാണ്. അന്ന് 17ാം സ്ഥാനത്തായിരുന്നു. അന്ന് ദ്രോബയൊക്കെ ഉണ്ടായിരുന്ന അടിപൊളി ടീമായിരുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് കെസിയുണ്ട്, പിന്നെ സെക്കോ, ഫുഫാന, അമൽ ഡിയാലോ, യുണൈറ്റഡിൽ കളിക്കുന്ന അമൽ ഡിയാലോ, പിന്നെ സങ്കാരൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ കളിക്കുന്നുണ്ട്, അഡിംഗ്ര സൺഡർലാൻഡിൽ കളിക്കുന്നുണ്ട്, നിക്കോളാസ് പെപ്പെ VRL കളിക്കുന്ന നിക്കോളാസ് പെപ്പെ ഉണ്ട്, പിന്നെ യോവാൻ ബോണി ഇന്റർ മിലാനിൽ കളിക്കുന്ന യോവാൻ ബോണി, ഗസാൻഡ് ആസ്റ്റൺ വില്ലയ്ക്ക് കളിക്കുന്ന ഗസാൻഡ്, ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ ടീമുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഗ്രൂപ്പിലുള്ള മത്സരങ്ങൾ ജൂൺ 14, 20, 25 തീയതികളിലാണ് നടക്കുന്നത്. എല്ലാ ദിവസവും 2 മത്സരങ്ങൾ വെച്ച് നടക്കുന്നുണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ. അതിൽ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് ജർമ്മനി കുരക്കാവാണ്. അതെന്തായാലും ഒരു 8-0 ജയിക്കും. മെയിൻ പ്ലെയേഴ്സ് ചിലപ്പോൾ ജൂലിയൻ എംഗിൾസ്മാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ചില പുതിയ പ്ലെയേഴ്സിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 8-0 ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഐവറി കോസ്റ്റ് ഇക്വഡോർ മത്സരം 1-1 സമനിലയാകാനുള്ള സാധ്യത. അതുപോലെ 2ാമത്തെ മാച്ച് ഡേയിൽ വരുമ്പോഴത്തേക്ക് ജർമ്മനി ഐവറി കോസ്റ്റ് മത്സരം ജർമ്മനി ജയിക്കും. 2-0 ജയിക്കാൻ സാധ്യത, അല്ലെങ്കിൽ 1-0 ജയിക്കും. ഇക്വഡോർ കുറക്കാവ് മത്സരമാണുള്ളത്. പിന്നെ അതിൽ ഇക്വഡോർ എന്തായാലും 5-0 ജയിക്കും. അതുപോലെ തന്നെ ഐവറി കോസ്റ്റും ചിലപ്പം 4-0, 5-0 ജയിക്കാൻ സാധ്യതയുണ്ട് കുറക്കാവൊക്കെതിരെ. കുറക്കാവ് ഒരു കളി കൂടി ജയിക്കാനോ അല്ലെങ്കിൽ ഗോളടിക്കാനോ സാധ്യത കാണുന്നില്ല. പിന്നെ വരുന്നത് ഇക്വഡോർ ജർമ്മനി മത്സരത്തിലാണെങ്കിൽ ഇക്വഡോറിനെ ജർമ്മനി തകർക്കും, അത് ഉറപ്പാണ്. 2-0 അടിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് പോയിന്റ്സ് ടേബിൾ നോക്കുമ്പോഴത്തേക്ക് ജർമ്മനി 9 പോയിന്റുമായിട്ട് 12 ഗോൾ അടിച്ച് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇക്വഡോർ 4 പോയിന്റും പിന്നെ ഐവറി കോസ്റ്റ് 4 പോയിന്റ്. അപ്പോൾ ഇവർ കുറക്കാവ് ഉള്ളതുകൊണ്ട് ഈ 3 ടീമുകളും സെക്കൻഡ് റൗണ്ടിലോട്ട് കയറി പോകും. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പോയിന്റ്സ് സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്.